ഷൗക്കത്തും അൻവറും നേരിട്ട് കണ്ടോ, കണ്ണിൽ നോക്കിയോ? അഭിലാഷ്, വെറും 3 സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന കൂടിക്കാഴ്ച ആണ് ഈ പോളിംഗ് ദിനത്തിൽ സംഭവിച്ചത്. അതായത് രണ്ടുപേരും ഒരേ ബൂത്തിലായിരുന്നു. ഇരുവരും ആര്യാടൻ ഷൗക്കത്ത് അൻവർ നിൽക്കുന്ന ഭാഗത്തേക്കാണ് പോയത്. അവിടെ എത്തി കൈ കൊടുത്തു. പക്ഷെ ആലിംഗനം ചെയ്യാൻ PV അൻവർ വിസമ്മതിച്ചു. അൻവർ പറഞ്ഞു ആലിംഗനം ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ് അൻവർ പ്രതികരിച്ചത്. അത് ധൃതരാഷ്ട്ര ആലിംഗനമാണ്, എനിക്കതിനോട് താല്പര്യമില്ല, അതിനാൽ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും PV അൻവർ പറയുന്നു. അതേ വൈര്യം, അതേ രാഷ്ട്രീയപരമായ ആ വൈര്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അൻവറിന്റെ ഒരു സമീപനത്തിൽ കൂടി വ്യക്തമായത്. ആര്യാടൻ ഷൗക്കത്തും അൻവറും കൈ കൊടുക്കുന്ന ഒരു 3 സെക്കൻഡ് ദൃശ്യത്തിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. എങ്കിലും ആ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചു. അത് പോളിംഗ് ദിനത്തിലാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് PV അൻവറും നടത്തിയത്. അതേ രീതിയിലുള്ള പ്രതികരണം PV അൻവർ നടത്തിക്കൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ്, എന്തായാലും ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതേ ഉള്ളൂ. ഷൗക്കത്ത് എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? നമുക്കറിയാം രണ്ടുപേരും ബദ്ധ ശത്രുക്കളാണ്. അത് കുറെ കാലമായിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ കാലം മുതലേ ഉള്ളതാണ്. ആര്യാടൻ മുഹമ്മദിനോട് കലഹിച്ചാണ് അൻവർ കോൺഗ്രസ് വിടുകയും DIC ആവുകയും NCP ആവുകയും പിന്നെ പല വഴിക്ക് പോവുകയൊക്കെ ചെയ്തത്. ഷൗക്കത്തിനെ ഒരു തവണ തോൽപ്പിച്ചതാണ്. ഇപ്പോൾ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതിൽ പ്രതിഷേധിച്ചാണ് അൻവർ മത്സരിക്കുന്നത് തന്നെ. നമുക്കറിയാം ഈ വൈരാഗ്യത്തിന്റെ ചരിത്രം നമുക്കറിയാം. അത് തന്നെ ഈ പോളിംഗ് ദിനത്തിലും പ്രതിഫലിച്ചു എന്നാണോ? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അൻവർ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. അതെ, അൻവർ തിരിഞ്ഞ് നടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു സംസാരിക്കാൻ. അൻവറിനെ കാണാൻ അങ്ങോട്ട് എത്തിയിരുന്നെങ്കിലും അൻവർ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് അരുണമൃതാത് തുടരുന്നുണ്ട്. അരുൺ, അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഒഴിവാക്കി പോവുകയാണ്. അങ്ങോട്ടേക്ക് PV അൻവറിനെ കണ്ട് സംസാരിക്കാൻ എന്ന വണ്ണം അടുത്തേക്ക് വരികയായിരുന്നു ആര്യാടൻ ഷൗക്കത്തും തോന്നുന്നു. അതെ, PV അൻവറിനെ കാണാനായി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ആ ഒരു ബൂത്തിലേക്ക് വന്നത്. കാരണം പോളിംഗ് ബൂത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് PV അൻവർ ഉണ്ടായത്. ആ ബൂത്ത് സന്ദർശിച്ച ശേഷം ആര്യാടൻ ഷൗക്കത്ത് PV അൻവർ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു. ഹസ്തദാനം നൽകി തിരിച്ച് പെട്ടെന്ന് മടങ്ങി. ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു നിമിഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ആലിംഗനം ചെയ്തിട്ടില്ല. ആലിംഗനം ചെയ്യാൻ പോയി, പക്ഷേ ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് PV അൻവർ പ്രതികരിച്ചത്. എന്തായാലും പോളിംഗ് ദിനത്തിലാണ് ഇങ്ങനെ ഒരു ദൃശ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത്രയും നീണ്ട പ്രചാരണത്തിന് നടുവിലൊന്നും അത്ര ഒരു കാഴ്ച കണ്ടില്ല. മറിച്ച് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യവും അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഒക്കെ പറയുമ്പോഴും ഷൗക്കത്ത് പലപ്പോഴും ഒഴിഞ്ഞു മാറി പറയാതെ പറയുകയാണ് ചെയ്തത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഈ ആംഗിളിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഷെയ്ക്ക് ഹാൻഡ് ചെയ്തോ അരുണെ? അതെ, ഷെയ്ക്ക് ഹാൻഡ് നൽകി. ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ടേക്ക് PV അൻവറിന് അടുത്തേക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് നൽകി എന്നുള്ളതാണ് അഭിലാഷ്. ഒരു 3 സെക്കൻഡ് നീണ്ടു നിന്ന ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഷെയ്ക്ക് ഹാൻഡ് നൽകി, അപ്പോൾ തന്നെ തിരിച്ചു നടങ്ങി. ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചില്ല. അൻവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. അത് ധൃതരാഷ്ട്ര ആലിംഗനമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഹസ്തദാനം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമല്ല എങ്കിലും ഹസ്തദാനം ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചു എന്നതാണ്. വളരെ ചെറുതാണ്. ഇപ്പൊ നമ്മള് PT ഉഷയ്ക്ക് സെക്കൻഡിന്റെ 100 അംശത്തിൽ മെഡൽ നഷ്ടപ്പെട്ടതുപോലെ സെക്കൻഡിന്റെ ചെറിയ അംശത്തിനുള്ള ഷേക്കാൻഡാണെന്ന് തോന്നുന്നു. ഷേക്കാൻഡ് കൊടുത്തിട്ടുണ്ട്. ഹസ്തദാനത്തിന്റെ സമയം വരെ അരുണമൃതാത് കൃത്യമായി ഓർക്കുന്നുണ്ട്. 3 സെക്കൻഡ് എന്നത് ഓർക്കുന്നുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു 3 സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ. എന്തായാലും